പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുരുന്നുകൾ, അവരോട് വലിയ സൂറത്തുകളൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അവരെല്ലാവരും കൂടിയായിട്ട് ഞാൻ ഓതുന്നതിൻ്റെ ബാക്കി അവരോതും. ഇത് നമ്മൾ ഓഡിയൻസിനുള്ള ഒരവസരമാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ആദ്യം ചോദിച്ചു നോക്കാം. കാരണം എനിക്കൊരു പേടിയുണ്ട്, ഇവർ ഈ ഭാഗത്തു നിന്നൊക്കെ ഉള്ളത് പാരായണം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നോക്കാം നമുക്ക്. എന്തായിരുന്നാലും അതിന് ശേഷം മൈക്ക് ഓഡിയൻസിന് കൈമാറും. അവരോട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ സൂറ ജിന്നിന് താഴെയുള്ള എല്ലാ സൂറത്തുകളിലും എവിടെ നിന്നുള്ള ഭാഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ശേഷമുള്ള ഒന്നോ രണ്ടോ ആയത്തുകൾ ഇവർ കൂട്ടമായി പാരായണം ചെയ്യും. ഇപ്പം ഞാൻ ഒരു ഭാഗം ചോദിക്കാം, നിങ്ങൾ പറയുമല്ലോ അല്ലേ? നിങ്ങൾ പാരായണം ചെയ്യോ? അപ്പൊ ഖുർആനൊന്നും ഇല്ലല്ലോ, അപ്പൊ എങ്ങനെ കാണാതറിയില്ലേ? ശരി, ഓക്കെ. അപ്പൊ ഞാനൊന്നോരെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാക്കി പിന്നെ ഓഡിയൻസിന് നമ്മൾ വിട്ടുതരും. നിങ്ങൾ പറയാത്ത, നിങ്ങൾക്ക് എന്തായാലും പറയാൻ കഴിയാത്തൊരു ഭാഗം ഞാൻ ചോദിക്കട്ടോ. ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡി ഉണ്ടോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഅന്നാ ലമ്മാ സമിഅ്നൽ ഹുദാ ആമന്നാ ബിഹി. ഓക്കേ. فمن يؤمن بربه فلا يخاف بخسا ولا رهقا. അപ്പൊ ഇനി ഞാൻ ഏത് നിങ്ങളോട് ചോദിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല, നിങ്ങളെല്ലാം പറയും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇനി പാരൻസിന് നമുക്ക് അവസരം നൽകാം. പാരൻസ് അവിടുന്ന് മൈക്കൊക്കെ റെഡി അല്ലേ? ഓക്കെ. പാരൻസിന് ചോദിക്കാം. വേണമെങ്കിൽ ഒന്നും കൂടി ഞാൻ ചോദിക്കാം, എന്നിട്ട് കയറിക്കോളൂ. എനിക്കൊരു ഒന്നും കൂടി ഒന്ന് വ്യക്തമാവാണ്ട് ഇവര് ഉടായിപ്പാണോ എന്നുള്ളത്. ഞാൻ ചോദിച്ചത് തന്നെയാണെങ്കിലോ ചിലപ്പോൾ ഓരോ പഠിപ്പിച്ച് അല്ലെ, അതും കൂടി ചെക്ക് ചെയ്യാം നമുക്ക്. ഏതാ സൂറത്ത് എന്നൊന്നും ഞാൻ പറയണ്ടല്ലോ, അങ്ങനെ തന്നെ അറിയില്ലേ? وَرَبَّكَ فَكَبِّرْ وَثِيَابَكَ فَطَهِّرْ. അതിനുശേഷമുള്ള ആയത്തോ ഒക്കെ അറിയാട്ടോ, ഒക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ കൈമലർത്തിയിട്ടുണ്ട്. ഇനി രക്ഷിതാക്കള് ഓരോരുത്തർക്കും ചോദിക്കാൻ ഉള്ള അവസരമാണ്. ശ്രദ്ധിക്കുക, സൂറത്തുൽ ജിന്നിന്റെ താഴേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ചെറുതോ വലുതോ ഒക്കെ നിങ്ങൾ മൊബൈലിൻ്റെ പോലെ മൊബൈലിൽ നോക്കിയായിട്ട് ചോദിച്ചാലും മതി. പക്ഷെ ഓർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതാണ് നമ്മുടെ കുട്ടികളുടെ പ്രത്യേകത. ചോദിച്ചോളൂ. ഇനി വേണമെങ്കിൽ ഇവർ വലുത് മാത്രം പഠിച്ചിട്ട് ചെറുത് മറന്നുകൂടോ നോക്കാൻ വേണ്ടി ഒന്ന് അവിടെയും ടെസ്റ്റ് ചെയ്യാം നമുക്ക്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എവിടുന്ന് ചോദിച്ചാലും പറയുന്നുണ്ട്. അപ്പൊ രക്ഷിതാക്കൾക്ക് ഇനിയും മടി കാണിച്ചു നിൽക്കരുത്. രക്ഷിതാക്കൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. വസ്സമാഇ വത്ത്വാരിഖ് വമാ അദ്റാക മത്താരിഖ്. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. وخلقناكم أزواجا وجعلنا نومكم سباتا. മഷ്കൂർ, ജസാക്കുമുല്ലാഹു ഖൈറ. എവിടുന്നാ വരുന്നൊന്നും കൂടി നോക്കണില്ല, പറഞ്ഞിട്ട് നേരെ അപ്പോഴേ എന്ത് ചെയ്യാണ്, കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قم الليل إلا قليلا نصفه
القرآن ترتيلا إنا سنلقي عليك قولا ثقيلا وجعلنا نومكم سباتا وجعلنا الليل لباسا. ഓക്കെ, ഞാനേ ഫസ്റ്റ് തന്നെ ഇത് തുടങ്ങുന്ന സമയത്ത് അവർക്ക് പരിചയമില്ലാത്തൊരു ഫോർമാറ്റിൽ ബോധപൂർവം എന്ത് ചെയ്താണ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. പക്ഷെ ഒരു രക്ഷയില്ല, അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് ഓലെ ഏത് രൂപത്തിൽ ചോദിച്ചാലും പറയുന്നുള്ളടത്തേക്കാണ് എത്തി നിൽക്കുന്നത്. മാഷാ അല്ലാഹ്, വെൽ ഡൺ വെൽ ഡൺ. അടുത്തത് ഓഡിയൻസ്. أنا صببنا الماء صبا ثم شققنا الأرض شقا وعنبا وقضبا وزيتونا ونخلا فاكهة وأبا متاعا لكم ولأنعامكم. രക്ഷിതാക്കളുടെ നല്ല സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞു പ്രതിഭകൾ. അവർക്ക് വേണ്ട സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഉപ്പമാരുടെ ഭാഗത്ത് നിന്നുള്ളത് പുതിയതായിട്ട് ഇനി പഠിച്ചിട്ട് വേണ്ടി വരുമോ? ചോദ്യം വരാത്ത എന്താണ്? ثم لا يموت فيها ولا يحيا قد أفلح من تزكى. ഞാൻ കരുതി നിങ്ങൾക്ക് അത് എന്തായാലും കിട്ടൂല, പക്ഷെ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. ഇനി ഏതാ ചോദിക്കുക കിട്ടാക്കാൻ വേണ്ടിയിട്ട്? بسم الله الرحمن الرحيم وجوه يومئذ خاشعة ناصبة تسلى نارا حامية تسقى من عين آنية. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ചോദ്യം ചോദിക്കുന്നുണ്ട്. അവരുടെ ചോദ്യത്തിനൊക്കെ നിങ്ങൾ മറുപടി നൽകുന്നുണ്ട് അല്ലേ? بسم الله الرحمن الرحيم وأما القاسطون فكانوا لجهنم حطبا لأن يستقاموا على الطريقة لأسقيناهم ماء غدقا. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. ഇവര് ആ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ പാരായണം ചെയ്യുന്നേ ഇല്ല. ഇത് നിലനിർത്താനുള്ള തൗഫീക്ക് പടച്ചോൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ഇതിന്റെ ഇടയിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്. من الشيطان الرجيم الذي له ملك السماوات والأرض والله على كل شيء شهيد. إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. നെക്സ്റ്റ്, നിങ്ങൾ ഒന്നുപോലും തെറ്റിക്കൂല എന്നുള്ള നിയ്യത്താക്കിയിട്ടാണ് വന്നിക്കണേ അല്ലേ? നല്ല കുട്ടികളാട്ടോ. എന്നാലും ഒന്നെങ്കിലും തെറ്റിപ്പിക്കണ്ടേ ഇവരെ കൊണ്ട്? എന്താ നിങ്ങളെ അഭിപ്രായം? ഇവരെ ഈ കോൺഫിഡൻസ് ലെവല് വളരെ ഹൈ ആയിട്ട് നിൽക്കുകയാണ്. എന്നാലും വേണ്ടില്ല, ഒന്ന് തെറ്റിപ്പിക്കാൻ വേണ്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആയത്ത് പാരായണം ചെയ്യും. അതിൽ നിങ്ങൾ തെറ്റോന്ന് ഞാനൊന്ന് നോക്കട്ടെ. فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ.
ഓക്കെ, ഇൻഷാ അല്ലാ നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് നമ്മൾ ഇന്ന് വൈകുന്നേരം വരെ എടുത്തു കഴിഞ്ഞാലും ഇവരിത് മുന്നോട്ട് കൊണ്ടുപോകും. യെസ് ഓർ നോ? ഓക്കെ, അപ്പൊ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടീം നമുക്ക് ഇവിടെ വരാൻ പറ്റിയതിൽ ഉള്ള സന്തോഷം എത്രയും ആവേശത്തിൽ പറയാൻ സാധിക്കുന്നതായ ഒരു പ്രത്യേക ആയിട്ടുള്ള ഒരു വിരുന്നായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോടൊക്കെ വീട്ടിൽ നിന്ന് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഈ അൽഫിത്ര ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ടുള്ള സെഷനുകളിലേക്ക് നീങ്ങാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള വലിയ നല്ല സോഴ്സ് വിഭവങ്ങൾ തന്നെയാണ്. അതൊക്കെ നമുക്ക് മുതൽക്കൂട്ടാക്കി എടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. 1-2 വാക്കുകൾ മാത്രം പറയാണ്. നമ്മുടെ ഈ കുട്ടികൾ, നേരത്തെ പ്രോഗ്രാം അവതരിപ്പിച്ച കുട്ടികൾ, ഇവരൊക്കെ ഓദിപ്പിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം, നമ്മൾ ഈ പ്രായത്തിൽ, ഇവരുടെ ഈ ചെറിയ ഇളം പ്രായത്തിൽ അവർക്ക് ഈ അൽഫിത്രയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, അൽഫിത്ര എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ശുദ്ധ പ്രകൃതി എന്നാണ്. അപ്പോൾ ഈ പ്രകൃതിയിൽ നല്ല കാര്യങ്ങൾ മാത്രമാണ് അവരിലേക്ക് ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. അതിനുവേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുള്ള സമ്പത്തും നമ്മുടെ സമയവും എല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പ്രിയപ്പെട്ട എല്ലാ രക്ഷിതാക്കളും പരമാവധി അതിനുവേണ്ടി പരിശ്രമിക്കണം. ഇവരുടെ 3 അല്ലെങ്കിൽ 7 വർഷം പരിപൂർണമായിട്ടും അൽഫിത്രയിലൊക്കെ പഠിപ്പിച്ചു പോകുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം 7 വർഷം. ഈ 7 വർഷം കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ അവർ മറ്റ് സ്കൂളുകളിലേക്കൊക്കെ പോകുമ്പോഴും അവരുടെ ആ ഒരു പഠിച്ച കാര്യങ്ങളെ നിലനിർത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ കൂടി രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കണം. ഇവരുടെ ഖുർആൻ പാരായണത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത്, നോക്കി ഓതുന്ന ഭാഗങ്ങളാണെങ്കിലും ശരി, കാണാതെ ഓതുന്ന ഭാഗങ്ങളാണെങ്കിലും ശരി, അവർ പഠിച്ചതിൻ്റെ നിലവാരം വളരെ കൃത്യമായി അവരുടെ ആ ഓത്തിൽ അവർ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മക്കൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. അവർക്ക് നല്ലൊരു ഭാവി ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരെ അതിന് പര്യാപ്തമാക്കിയിട്ടുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരതിന് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. ആ എഫേർട്ടുകളൊക്കെയും അവരുടെ ലോകത്തെയും വിജയത്തിന് നിദാനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് ഈ സൗകര്യങ്ങൾ നിലനിർത്തി കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും സജീവമായി പരിശ്രമിക്കുക. ഞാൻ നേരത്തെ ഓദിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നാണെങ്കിലും എവിടുന്നാണോ നമ്മൾ പോലും ഐഡിയ ഇല്ലാത്ത രൂപത്തിൽ നേരെ എന്ത് ചെയ്യാണ്, എടുത്തു കൊടുക്കുകയാണ്. അവരത് പാരായണം ചെയ്യാണ്. ആ പാരായണം ചെയ്യുന്ന സമയത്ത് ഇഖ്ഫാ, ഇദ്ഗാം, ഇഖ്ലാബ്, എല്ലാ ഭാഗങ്ങളും എല്ലാ സംഗതികളും അവർ കൃത്യമായിട്ട് പരിഗണിച്ചിട്ടും അതിനെ ബഹുമാനിച്ചിട്ടും തന്നെയാണ് ആ പാരായണങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ, നമ്മുടെ അയൽപ്പക്കത്തുള്ള കുട്ടികളൊക്കെ കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് ഈ സംഗതികൾ കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഇവർ നല്ല രൂപത്തിൽ വളർന്ന് നല്ല മക്കളായി സമൂഹത്തിന്, വീടിന്, നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുരുന്നുകളായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എന്നെ ഈ ഒരു കാര്യത്തിന് പ്രത്യേകം ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ബാക്കി ഭാഗങ്ങൾക്ക് വേണ്ടി വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിച്ചേരൽ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെയും നമ്മുടെ മക്കളിലൂടെ ഒരു നവലോകം തീർക്കാൻ, ഒരു പുതുമയാർന്ന ഇസ്ലാമികമായ ധാർമ്മികമായ ചുറ്റുപാടുകളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന മക്കൾ ആയി നമ്മുടെ മക്കൾ മാറാൻ വേണ്ടി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ അള്ളാഹു അതിന് പ്രത്യേകം ഫോളോ അപ്പ് ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിക്ക് പ്രത്യേകം പ്രതിഫലം
ഒക്കെ നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മക്കളെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെയും കാണാം അല്ലേ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്ന ആൾ എന്ത് ചെയ്യും? ഇൻഡിവിജ്വലായിട്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്ന ആൾ ഈ സ്ക്രീനിൽ എഴുതിയിട്ടുള്ള ആയത്ത് എന്ത് ചെയ്യണം? വായിക്കണം. ഓക്കെ? യെസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അവസരം കൊടുക്കുന്നത് ബോയ്സിൽ നിന്ന് ഒരാൾക്കാണ്. പേര് പറഞ്ഞിട്ട്. മുഹമ്മദ് സയാൻ സമീർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അനൽ അഅ്ബുദുല്ലദീ കസബ റുസൂബ. ഓക്കെ, മാഷാ അല്ലാഹ്. ഇനി ഗേൾസിൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾക്ക് അവസരം കൊടുക്കുകയാണ്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസദ്ദത്ഹുൽ ആമാൻ ആമാനി അൻ യതൂബ. മാഷാ അല്ലാഹ്, ജസാക്കില്ലാഹു ഖൈറ. ഇനി മക്കളെ ഉറക്കം വരണ്ട, ഇനി ഇടക്ക് വരൂട്ടാ. ചിലപ്പോ ചോദിച്ച ആളുകളോട് തന്നെ അടുത്തോം ചോദിക്കും. അപ്പം ബോർഡിലേക്ക് നോക്കാം. സ്ക്രീനും ബോർഡൊക്കെ ഐമൻ അഷ്റഫ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അനൽ അബ്ദുല്ലദീ ഹസീന. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈറ. ഇനി മോളെ പേര് നേരത്തെ പറഞ്ഞ ഞാൻ മറന്നതാട്ടാ. നൂർ ഫജർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലസ്സലാത്തിഹി ഖലിഖൻ കഈബ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ബോർഡിൽ നമ്മുടെ സ്ക്രീനിൽ ഇനി വന്നിട്ടുള്ളത് ആർക്കാ അവസരം വേണ്ട? ഇനി ഞാൻ എല്ലാവർക്കും അവസരം വേണം. അപ്പോൾ ഞാൻ തന്നെ പറയാം അല്ലേ? ഓക്കെ, മോനൊന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അനൽ അബ്ദുല്ലദീ കസബ റുസൂബ. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പാരായണം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. ശുക്രൻ ലക്കും ജമിഅ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. മക്കളുടെ പരിപാടികൾക്കൊക്കെ വേണ്ടി എല്ലാവരും കാതോർക്കുകയും അവരുടെ പ്രോഗ്രാമുകളെ പ്രോത്സാഹിപ്പിച്ച് അവരെ നന്നായി പെർഫോം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.